ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അനിയത്തിൻ്റെ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ടിൻസ് വീടാണെന്ന്. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അപ്പം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് കേട്ടോ അനിയത്തിൻ്റെ വീടിൻ്റെ വ്യൂ കാണുക. മറ്റേ ചിലർക്ക് കാണൂല. ഇങ്ങനെയാണ് തന്നെ നല്ല വ്യൂ കാണുക. ഇങ്ങനെ വന്നാൽ അത് യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ്. ഇത് ചേലുപ്പാട് ഇടുമിക്കൽ ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കയറിയിട്ടാണ് ഇങ്ങനൊരു വഴിയാണ് ഇവിടെയൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഗേറ്റ് വിടുന്നാണ്ട് കിടക്കാണ്ട് ചെയ്യുക. ഇത് റോഡുമ്പോൾ തന്നെ കയറൂല. അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ആ ഗേറ്റ് അത് ഇളച്ചൻ്റെ വീട്ടിലേക്കും ഇതിൻ്റെ അന്യത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഈ ഗേറ്റ് ഉള്ളത്. സെൻട്രലിൽ തന്നെ പടിപ്പുര പോലെയാണ് ഗേറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ വന്ന് പോകാനൊക്കെ ആകുമ്പോൾ വണ്ടി ഇവിടെ നിർത്തിക്കാണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാണ്ട് പോവുക ചെയ്യുക. നിൽക്കാനൊക്കെ വരികയാണെങ്കിൽ മാത്രമേ വണ്ടി കയറ്റി നിർത്തുള്ളൂ കേട്ടോ മുറ്റത്തേക്ക്. അങ്ങനെ കടന്ന് വന്നിട്ട് ഈ 2 വീടിൻ്റെ സെൻറ്ററിലാണ് കേട്ടോ പോർച്ച് വരുന്നത്. പിന്നെ ഇതാണ് ഇളച്ചൻ്റെ വീട്. പിന്നെ ഇത് എൻ്റെ അനിയത്തിൻ്റെ വീടും. ഇതിൻ്റെ 2 സെൻറ്ററിലാണ് ഈ പോർച്ച്. ഈ കാറ് രണ്ടാമതും കൂടാണ് കേട്ടോ, ജ്യേഷ്ഠൻ്റെ അനിയൻ്റെയും ആണ്. അപ്പോൾ ഒരു നാട്ടിലില്ല, ഒരു ദുബായിൽ അജ്മാനിലാണ്. അവിടെ സ്വന്തമായിട്ട് വർക്ക് ഷോപ്പൊക്കെ ഉണ്ട്. അത് നടത്തി അങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പോൾ ഈ സെൻറ്ററിൽ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഓളെ ഇളച്ചൻ്റെതാണ് ഈ ഗാർഡന്. ഇങ്ങനെ ഇത് ഈ സെൻറ്ററിന് വരുന്ന ഗേറ്റിൻ്റെ ഒരു സൈഡാണിത്. അടുത്ത സൈഡിലാണ് ഇവിടുത്തെ ഗാർഡനും സെറ്റ് ചെയ്തത്. അതൊക്കെ അന്ന് പാർട്ട് അന്ന് തന്നെ സെറ്റൊക്കെ ചെയ്തതാണ്. എല്ലാ പണി കഴിഞ്ഞാൽ കയറിയതാണ് കേട്ടോ. പിന്നെ അന്ന് അങ്ങനെ സെറ്റ് ചെയ്തത് തന്നെയാണത്. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഇളച്ചൻ എഞ്ചിനീയറാണ് കേട്ടോ. ഓനാണ് കേട്ടോ ഇതൊക്കെ പണിയെടുത്തതും ഈ പ്ലാനൊക്കെ അവൻ്റെതാണ് കേട്ടോ. അനിയത്തിന് വീട് മോൾ ഭാഗത്തേക്കൊക്കെ കാണിച്ചത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വീട് വലുപ്പം തോന്നില്ല, പക്ഷേ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ വ്യൂ. കാരണം ഒരു സ്ഥലത്ത് 2 വീട് എടുത്തുകൊണ്ട് തന്നെ അത് നീളത്തിലാണ് കേട്ടോ വീട് കിടക്കുന്നത്. അത് ഞാൻ ബാക്കിൽ നിന്ന് എത്തിയിട്ട് ഞാൻ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുക എങ്ങനെയാണ് നീളത്തിലാണ് വീട് വരുന്നത് എന്നുള്ളത്. അങ്ങനെ സിറ്റ് ഔട്ടൊക്കെ കയറിയാൽ ഈ സൈഡിലുണ്ടല്ലേ ഗ്ലാസ് ഇങ്ങനെ വുഡ് കൊണ്ടൊക്കെ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു സൈഡിൽ അങ്ങനെയാണ്. ഒരു സൈഡിൽ ചാരുപടിയാണ് കേട്ടോ. ചാരുപടി നാനോ വെയിറ്റാണ് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. 4 ചെയറുണ്ട്. അതുപോലെ തന്നെ 6 ഒറ്റക്കല്ലിൻ്റെ ജനലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഇനി മെയിൻ ഡോർ കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലിവിങ് കാണാം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നൊന്ന് സബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കോ കമൻറ്റോ ഇടണേ. പിന്നെ അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അതും ചെയ്താലും ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് അഭിപ്രായം നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ ലിവിങ്ങിലെത്തി. ലിവിങ്ങിൽ ഇതുവരെ 3 കളി ജനലിൻ്റെ കർട്ടനും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഒരു സൈഡിൽ 4-5 കല്ലിൻ്റെ ഒരു ജനലുണ്ട്. അത് ശരിക്കും ഓർമ്മയില്ല കേട്ടോ. അതുപോലെ സോഫ 5 ആക്കി ഇരിക്കാൻ പറ്റിയ സോഫയാണ് അവിടെ സെറ്റ് ചെയ്തത്. ഒരു 3 എണ്ണം ഇരിക്കുന്നതോ ഒരുമിച്ചുള്ളതും ഒരു സിംഗിളായിട്ടുള്ള ഓരോന്നും കേട്ടോ. അങ്ങനെ കർട്ടന് ന്യൂനമോൾ ഇങ്ങനെ ആക്കിയപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ ആകുമ്പോൾ വെളിച്ചം കാണും. ഇങ്ങനെ ആകുമ്പോൾ അതുകൊണ്ട് പറഞ്ഞ് മോളിൽ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡ് കൊണ്ടാണ് കേട്ടോ ചെയ്തത്. ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു ഇലൻ്റെ ഒരു ഇതുള്ളത്, ആ ലൈറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. 2 ഇതായിട്ട് കോർണറിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുമാതിരി ഒരു കോർണറിൽ തന്നെ എന്താ പറയുക ഷൂറാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വന്ന ഹാളാണ്. ഹാളിൽ മുകളിൽ പറകോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ ടെറസിലും ഉണ്ട്, സൈഡിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തിന്നണ ഭാഗത്തേക്ക് എപ്പോഴും ഹാള് നല്ല വെളിച്ചാണ്. പക്ഷേ ചൂട് കാലത്ത് ഒരു പൊടി ഇരിക്കാൻ കഴിയില്ല കേട്ടോ. ചൂടെടുത്തിട്ട് ഫാൻ ഇട്ടാൽ തന്നെ ആ വെയിലിൻ്റെതാണ് വരിക. അങ്ങനെയാണ് കേട്ടോ. അവിടെ വാൾ ഫാനാണ് ഉള്ളത്. അപ്പോൾ 8 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു ടേബിളും ചെയറാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് ആ ലൈറ്റ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഒരു സൈഡിൽ ഇതുണ്ട്, ഷോക്കേസ് ഉണ്ട്. ഷോക്കേസിൽ ഷിനുവിൻ്റെ ന്യൂനൻ്റെ ഒക്കെ ഓരോ സർട്ടിഫിക്കറ്റും മെഡലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. ഇതിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ വാഷ് ബേസ് സെറ്റ് ചെയ്തത്. അതേമാതിരി ഫസ്റ്റ് റൂമിലേക്ക് കടക്കണ ഭാഗത്ത് ഇതാണ് ഫസ്റ്റ് റൂം. ഫസ്റ്റ് റൂമും അങ്ങനെ ഇൻറ്റീരിയറൊക്കെ ചെറുതായി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ജനലും കാര്യങ്ങളൊക്കെ അത് പുറത്തുനിന്ന് കണ്ട ജനൽ തന്നെയാണ്. ഇവിടെ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതാട്ടോ സാധനങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ വന്ന പണി ഞാൻ ഇട്ടത്. ഇനി മക്കളെല്ലാവരും കൂടെ കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ ഒക്കെപ്പാടെ ഇതാവും. അപ്പോൾ ഞാൻ വേഗം നിർക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് പോയി എടുത്തതാണ് ഈ വീഡിയോ. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണേ. അപ്പോൾ ചുമരിനോടൊരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ വാർഡ്രോബിലൊക്കെ അത് മക്കളെ ഡ്രസ്സും കാര്യങ്ങളും പുതപ്പും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 കളി കഴിഞ്ഞാൽ 3-ാമത്തെ കളി ആ ഒരു ഡോർ തുറന്നാലാണ് ബാത്റൂം. ഇതിൽ ഇങ്ങനെ
ഇതിൻ്റെ ഉള്ളിലാട്ടോ സെറ്റ് ചെയ്തത്. ഇങ്ങനെ തുറന്നിട്ടാണ് ബാത്റൂമൊക്കെ വാങ്ങിയത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ബാത്റൂം ഇല്ലയെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാ റൂമിലും 4 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. കോമൺ ആയിട്ടുള്ള ബാത്റൂം ഇവിടെ ഇല്ല, പുറത്ത് യൂസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പിന്നെ കോമൺ ആയിട്ട് വേറെ ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ബാത്റൂമിൻ്റെത്. അങ്ങനെ ഉണ്ട് അടച്ചാൽ പിന്നെ ഈ ഡോറ് പിന്നെ വാർഡ്രോബിൻ്റെ ഡോറുണ്ട് അടച്ചിട്ടോ. പിന്നെ ഈ സൈഡിൽ പിന്നെ എല്ലാ റൂമിൻ്റെ ഡോറിനും അടുക്കളക്കുള്ള ഡോറിനൊക്കെ ഇങ്ങനെ കേട്ടോ ചെയ്തത്. ഒരു സൈഡിൽ ഗ്ലാസ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ വന്നതിന് നേരെ ഓപ്പോസിറ്റ് കാണാനാണ് അനിയത്തിൻ്റെയും ഇളച്ചൻ്റെയും റൂം. പിന്നെ അത് അവിടെയൊക്കെ കണ്ട ഡോറിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എല്ലാ ഡോറിനും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നാൽ ഇതാണ് കേട്ടോ അനിയത്തിൻ്റെ റൂം. ഇവിടെ പിന്നെ കോർണർ ജനലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ആ ഒരു മോഡലാണ് കേട്ടോ കട്ടിലും സെറ്റ് ചെയ്തത്. കട്ടിലിൻ്റെ വീട്ടിൽ നിന്ന് കുടിക്കുന്ന സമയത്ത് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ്ട് ചെയ്യിച്ചതാണ് കേട്ടോ. കോർണർ ജനലുണ്ട്, പിന്നെ അത് AC, ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാർഡ്രോബ് അവിടെ കണ്ടമാതിരി വാർഡ്രോബ് ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഒരു 3 കള്ളിയുണ്ട്. അവിടെ 2 കള്ളിയും ഇത് കഴിഞ്ഞ് ഇവിടെ 3 കള്ളിയായിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ബാത്റൂം. ഇവിടെയുള്ള ബാത്റൂം ഇതാണ്. ഇതും കണ്ടല്ലേ ഈ വാർഡ്രോബിൻ്റെ ആ ഡോറ് തുറന്നുകൊണ്ടാണ് പോവുക. പിന്നെ ഇതാണ് വാർഡ്രോബ്. ഇതിലിങ്ങനെ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിങ്ങനെ പിന്നെ ആ ബോക്സിലൊക്കെ ആക്കിയാണ് ചെറിയ മോൻ്റെതൊക്കെ ഉണ്ട്. പിന്നെ ഇതുമേൽ തന്നെ മിറർ സെറ്റ് ചെയ്തത് ഈ ഇതുമേൽ തന്നെ കേട്ടോ, വേറെ ഇല്ല, നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അത് അങ്ങനെയാണ് ഡോർമ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഇതിൻ്റെ അനിയത്തിൻ്റെ പർദ്ദശേഖരണമാണ് കേട്ടോ, അങ്ങനെ അടിക്കടിക്കടിക്ക് വെച്ചതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ റൂമിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മുകളിലേക്ക് പോകട്ടോ. നിസ്കാർ റൂം കാണാൻ പോകാം. അടുത്തത് നിസ്കാർ റൂമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന സൈഡിൽ തന്നെ നമ്മൾ വരുന്ന സൈഡിൽ തന്നെ കേട്ടോ നിസ്കാര റൂം. അവിടെ പച്ചക്കുമ്പനും മദീനാപ്പള്ളീൻ്റെ ഒക്കെ ഒരു ഇതിലാണ് കേട്ടോ ഈ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിസ്കാര റൂമിന് ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാനേ പറ്റുള്ളൂ, പിന്നെ നീളത്തിൽ അങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ കോണി കയറി പോവുകയാണ്. എന്താണ് കോണി ഇങ്ങനെ കേട്ടോ വരുന്നത്. 2 സൈഡിലും ഇങ്ങനെ മരം കൊണ്ടൊക്കെ വുഡ് കൊണ്ട് തേക്കാൻ തോന്നുന്നുണ്ട്, തേക്കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസ് അതിലിങ്ങനെ കണ്ടില്ല ഞാൻ പറഞ്ഞു, ഈ ഗ്ലാസ് ഇങ്ങനെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. മുകളിലും മറ്റേ റൂമൊക്കെ പോകുന്ന സൈഡൊക്കെ പിന്നെ കൈവരികളൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കയറി വന്നാൽ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ വലതു ഭാഗത്തേക്കാണ് പിന്നെ സ്റ്റഡി ഏരിയ, ഇടതു ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറണം കേട്ടോ റൂമിലേക്ക് പോകാൻ. ഇവിടെ റൂമും മറ്റേ ഭാഗത്തെ റൂമും അതിനും വേറെ സ്റ്റെപ്പ് കയറണം, അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റെപ്പ് മേലൊക്കെ ചെയ്തത് ആ ഗ്രിപ്പുള്ള ഗ്രാനൈറ്റാണ് കേട്ടോ, അതാണ് നല്ലത്. ഇതാണ് മുകളിലെ ഹാള്. ഇത് താഴെയുള്ള ലിവിങ്ങിൻ്റെ നേരെ അതേ കണക്കിലാണ് കേട്ടത്. ഇത് ഇത്ര മതിയല്ലോ, മുകളിലെ ഹാളിനൊന്നും പിന്നെ അത്ര ആവശ്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ പുറത്ത് ബാൽക്കണി ബാൽക്കണിൻ്റെ വാതിൽ ഞാൻ തുറന്നില്ല, തുറക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ തുറക്കാൻ കിട്ടിയില്ല, അപ്പോൾ തുറന്നിട്ടില്ല കേട്ടോ. അവിടെ ചെറിയൊരു ബാൽക്കണി ചാരുപടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ താഴെ പോലെ തന്നെ ജനലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ. ഇവിടെ പിന്നെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ താഴെയുള്ള റൂമിൻ്റെ അതുപോലെയാണ് ഈ താഴെ ഫസ്റ്റ് കണ്ടില്ല നമ്മൾ റൂം, ആ റൂമിൻ്റെ നേരെ മേലക്കാണ് കേട്ടോ ഈ റൂമുള്ളത്. അതേ വലിപ്പത്തിലും അതേ ഇതിലൊക്കെ തന്നെയാണ് ഈ റൂമുള്ളത്. ഇവിടെ പിന്നെ കട്ടിൽ ഒക്കെ ഉണ്ട്. മക്കളൊക്കെ വന്നാൽ എൻ്റെ മോനും പിന്നെ ഹാറു ഒക്കെ ഉണ്ടായാലും ഓൻ്റെ ഓല ഇങ്ങനെയൊക്കെ വന്നാൽ ഗസ്റ്റൊക്കെ വന്നാൽ ഈ റൂമിലേക്ക് വരും. അല്ലെങ്കിൽ ഒരു എല്ലാവരും ആയാൽ താഴെയുള്ള 2 റൂമിലാണ് കേട്ടോ ഒപ്പിക്കൽ. പിന്നെ ഷിഫും മൂത്ത ഓന് മംഗലാപുരത്ത് പഠിക്കാനും അപ്പോൾ വരുമ്പോഴല്ലേ ഉള്ളൂ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ വാർഡ്രോബ് ഉണ്ട്, അതൊന്നും ഞാൻ തുറന്ന് കാണിക്കില്ല, വെറുതെ ഇങ്ങനെ തുറന്ന് കാണിച്ചിട്ട് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതുപോലെയൊക്കെ തന്നെ കേട്ടോ. ഇതും ഇവിടെയും വാർഡ്രോബിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാത്റൂമിൻ്റെ ഡോറുള്ളത്. ഇവിടെ ചെറിയൊരു പറകോളുണ്ട് കേട്ടോ, മുന്നിലേക്ക് സൈഡിലേക്ക് ഒരു ഭാഗത്ത് ജനലുണ്ട്, പറകോളയുണ്ട്. ഒരു സൈഡിൽ ജനലിൻ്റെ സൈഡിൽ പറകോളം അങ്ങനെ ഉണ്ടോ. അതാണ് ഇവിടുത്തെ ബാത്റൂം. അപ്പോൾ വേണ്ട ഉള്ളിൽ ഒരു സൈഡിൽ കാണട്ടോ ക്ലോസറ്റ് നിൽക്കുന്നത്, അങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നതാ അങ്ങനെ പോവാണ്. ഇനി താഴത്തേക്ക് തന്നെ പോയി നമുക്ക് മറ്റേ റൂമൊക്കെ കാണാം. താഴത്തേക്കല്ല മേലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു തയ്യൽ മെഷീനുണ്ട് കേട്ടോ അനിയത്തിൻ്റെ. അങ്ങനെ ഈ കഴിഞ്ഞ് പിന്നെ ഇതാണ് ഹാള്. പിന്നെ ഹാളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കേട്ടോ താഴത്തുള്ള ഹാള് കാണുക. പിന്നെ നല്ല വ്യൂ ഉണ്ട്. ഈ മുകളിൽ ഇതുള്ളതുകൊണ്ട് തന്നെ വെളിച്ചമുണ്ടാവും. പിന്നെ ഭയങ്കര ചൂടാണെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്തിച്ചത്. ഇനി അടുത്ത റൂം അങ്ങനെ കാണാൻ അപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നാൽ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയയാണ്. ഇവിടെ ഇതങ്ങനെ സ്റ്റഡി ഏരിയ ആണ് കേട്ടോ. മക്കളൊക്കെ പഠിക്കാനുള്ള ഒരു ഏരിയ തന്നെയാണ്. അത്യാവശ്യം സ്റ്റോറേജൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഉണ്ട്.
ഓരോ ഇതിലും 3, 6, 9 എണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ബുക്കും കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതുമാതിരി ചെയറും ഒക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയർ ചമ്മങ്ങനെ നീക്കുമ്പോൾ ചെയറായിരിക്കും. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അതൊരു ചെയറാണെന്ന് തോന്നൂല, ഒരു ബോക്സൊക്കെ ഇതാക്കി വെച്ച മാതിരി തന്നെ തോന്നുള്ളൂ. അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ അതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് സ്റ്റഡി ഏരിയ, ഈ സ്റ്റഡി ഏരിയയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ ഇതാ സ്റ്റഡീരിയൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അതേപോലെ തന്നെ അടുക്കളയൊക്കെ കാണാം. അടുക്കളയിൽ ഇവിടുന്ന് പഠിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, പണിയെടുക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. പണിയെടുക്കുന്നവർ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ എൻ്റെ അനിയനൊക്കെ പറയേ വാർത്തത്തിൽ ഷിഫ നല്ല പഠിച്ചോണ്ടല്ലോ എന്നോട് പപ്പടക്കോലോണ്ട് കയറിട്ടു എന്ന് പറയും. എന്ന പോലെ താത്ത ഇങ്ങനെ ശ്രദ്ധിച്ചും കൂടെ ഒക്കെ നിൽക്കും, അതുകൊണ്ട് ഒരു പേടി ഉണ്ടാവും. അങ്ങനെ ഇവിടെ മുകളിൽ ജനലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല വെളിച്ചത്തിന് വേണ്ടി ജനലൊക്കെ ഉണ്ട്. അങ്ങനെ ആ സ്റ്റഡി ഏരിയൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി പിന്നെ സ്റ്റെപ്പ് കയറുകയാണ് ചെയ്യുക അടുത്ത റൂമിലേക്ക്. ഇതാണ് അടുത്ത റൂം. ഈ റൂമിൽ പിന്നെ കാലി റൂമായി നിൽക്കുകയാണ്, ഒന്നും ഇട്ടിട്ടില്ല. ടേബിളും ബെഡും കാര്യങ്ങളും കട്ടിലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അവിടെ ആവശ്യമില്ല, താഴെയുണ്ട് 2 സെറ്റ്, മേലെ റൂമിലുണ്ട്. ആരും ഗസ്റ്റ് വന്നാൽ മോൾക്ക് പോകാനൊന്നും പ്രശ്നമില്ല. അങ്ങനെയാണ് ഇവിടെയും ബാത്റൂമൊക്കെ അതേപോലെ തന്നെ. പിന്നെ ബാത്റൂം വെറുതെ കാണിക്കുന്നില്ല കേട്ടോ, ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. വാർഡ്രോബും കാര്യങ്ങളൊക്കെ തന്നെ, അതും അതിന് ഇങ്ങനെ വാർഡ്രോബിൻ്റെ ഡോർ തുറന്നാൽ തന്നെയാണ് ബാത്റൂം ഉള്ളത്. ബാത്റൂമൊക്കെ അങ്ങനെയാണ് കേട്ടോ പോവുക. പിന്നെ ഇങ്ങനെ വന്നാൽ ഇതാ പിന്നെ ഇവിടെ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സൈഡിൽ ഓപ്പൺ ടെറസിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ ടെറസ് അല്ല, ടെറസൊക്കെ ഇട്ടിക്കണ്. പിന്നെ ഒരു ചുമരൊക്കെ വെച്ച് വറകോളകളൊക്കെ ഒരുപാട് വെച്ചിരുന്നു. അപ്പോൾ വലിയ തിരുമ്പിയതൊക്കെ അലക്കിയിട്ടതൊക്കെ ചിക്കാനും ഇസ്തിരി ഇടാനും അതുപോലെ എന്തെങ്കിലും അരിയോ കാര്യങ്ങളൊക്കെ ഉണക്കാനും ഒക്കെ ഇവിടെ കൊണ്ടുവിടും കേട്ടോ. ഒക്കെ നല്ല ചൂടുണ്ടാവും, നല്ല വെയിലാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ വന്നതാ ആ സ്റ്റെപ്പ് ഇതാ. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി പോവുകയാണ്. ഇനി ഇറങ്ങി പോണത് കിച്ചണിലേക്കാണ് കേട്ടോ. ഇനി കിച്ചണ് കാണാൻ വേണ്ടി പോവാം. ഇതിങ്ങനെ കിച്ചണാണ്, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. വലിയൊരു കിച്ചണാണ്. അതിനിങ്ങനെ സെൻറ്ററിൽ കബോർഡും കാര്യങ്ങളും ഗ്ലാസ്സൊക്കെ കൊടുത്തുകൊണ്ട് പാർട്ടീഷൻ ചെയ്തത്. അപ്പോൾ ഒരു ഭാഗത്ത് ഫുഡ് കഴിക്കാനുള്ള ടേബിളും ചെയറും ഫ്രിഡ്ജ് സ്റ്റോർ റൂമൊക്കെ ഇങ്ങനെ ഭാഗത്തേക്കായിട്ട് വരും. അടുത്തത് പിന്നെ ഒരു സൈഡിലൊരു ഷോക്കേസ് ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഒരു എന്താ പറയുക CCTVൻ്റെ ഇതുണ്ട്, അത് ഈ സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു മൂന്ന് കള്ളി ഇതുണ്ട് കേട്ടോ, 3 കള്ളി ഷെൽഫുണ്ട്, ഗ്ലാസിൻ്റെ ഡോറൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ മോള് വന്നതാട്ടോ. ഷാദിമോ ക്ലാസ് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇതല്ലേ ഓഗസ്റ്റ് 15 പെട്ടെന്ന് വിടുമല്ലോ, മഴയാണ്. അപ്പോൾ ടൈം കറക്റ്റ് അറിയില്ല ഇനി. അപ്പോൾ ഒരു ഡ്രൈവർ വിളിച്ചതാണ്. അതാ പിന്നെ അത് ഒരു സൈഡിൽ സ്റ്റോർ റൂം, ഒരു സൈഡിൽ ഫ്രിഡ്ജ്. ഇവിടെ തന്നെ ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. 4 ചെയറും ഒരു ഗ്ലാസിൻ്റെ ടേബിളും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെയാണ് ഗ്ലാസ് കാക്കി വെച്ചത്. ഞാൻ മക്കളുടെ ദിവസം വോയിസ് കൊടുക്കലില്ല, അപ്പം ഇന്ന് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഇപ്പോൾ ഇത് വോയിസ് കൊടുക്കുന്നത്. കുറേ നേരമായി ചെയ്യാൻ തുടങ്ങിയിട്ട്, മക്കൾ സംസാരിക്കുമ്പം അങ്ങനെ ഇതാവും. പിന്നെ ഇതിങ്ങനെ സ്റ്റോർ റൂമാണ് ഇട്ടത്. സ്റ്റോർ റൂം എൻ്റെ ഡോർ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കടന്ന് വന്നാൽ പിന്നെ ഇതാ അടുക്കളൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ സൈഡിൽ കൂടെ വന്നാൽ പിന്നെ ആ സൈഡിലാണെങ്കിൽ അടുപ്പും വിറകടുപ്പും ഗ്യാസ് അടുപ്പും സിങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇങ്ങനെ വന്നിട്ട് ഇതാ ഇതിൻ്റെ സൈഡിലാട്ടെ ഗ്ലാസ് ഇങ്ങനെ ഒരു പശ കൊണ്ട് ഒട്ടിച്ച് വെച്ചതാണ്. മുകളിലൊരു തട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 നിങ്ങളുടെ സിങ്കാണ്. ഇതിൻ്റെ ഇവിടെ കബോർഡിൽ അത്യാവശ്യം സ്റ്റോറേജൊക്കെ ഉണ്ട്. ഇങ്ങനെ പഴയ പാത്രങ്ങളും കാര്യങ്ങളും മൺചട്ടികളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എടുക്കാനുള്ള ചോറ് ഒരൊറ്റക്കൊക്കെ ആകുമ്പം ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇവിടെയാണ് കേട്ടോ ഗ്യാസ് ചിമ്മിനിയോട് കൂടിയുള്ള ഗ്യാസാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ 3 കാണുണ്ടാവും ഗ്ലാസിൻ്റെ തട്ടേമിൽ. അത്യാവശ്യം എടുക്കാൻ പെട്ടെന്നുള്ള പഞ്ചസാര പൊടികൾ അങ്ങനെയൊക്കെ അവിടെ മുകളിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ തന്നെയാണ് വിറകടുപ്പുള്ളത്. വിറകടുപ്പുകൾ എപ്പോഴൊന്നും കത്തിക്കലില്ല, ഗ്യാസിൽ തന്നെ വെക്കുള്ളൂ. ഇനി ചോറ് എന്തെങ്കിലും വെക്കാണ്ടെങ്കിൽ വെക്കുമ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട് ബിരിയാണിൻ്റെ അരി തിളപ്പിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇനി. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അടുക്കളൻ്റെ മൊത്തത്തിൽ വ്യൂ. പിന്നെ അത് മുകളിൽ സ്റ്റോറേജൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ റാക്കിൻ്റെ മുകളിൽ എല്ലാതും ഡോറൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അതിൽ വലിയ നല്ല എടുക്കാത്ത വലിയ ചെമ്പട്ടികൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ് അവിടെ മുകളിലുള്ളത്. പിന്നെ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അത്. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. പുറഭാഗം ഒന്ന് കാണട്ടോ. അവിടെ ഒരു വിറക് പെരയും അടുപ്പും ഇതൊക്കെ ഉണ്ട്, അതൊന്ന് കാണാം.
ഇങ്ങനെ വന്നിട്ട് ഇതാണ് അടുക്കള മുറ്റം. ഈ മുറ്റത്ത് ഇതാ ഒരു സൈഡാണ് ഇട്ടത്. ഇവിടെയൊക്കെ മതിലൊക്കെ കെട്ടിങ്ങാണ്ട് ഇതാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു ഉയർന്നിട്ടാണല്ലോ, വലുതിങ്ങനെ താന്ന് നിൽക്കുകയാണ്. ഇതാണ് വിറക് പെര പറയും നല്ലൊരു തന്നെ കേട്ടോ. അതിൽ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, സിങ്കും കാര്യങ്ങളൊക്കെ രണ്ടാക്കുണ്ട് ഒരേപോലെ. ഒരു തെറ്റ് കെട്ടിയാണ്ട് അതിൻ്റെ സെൻറ്ററിൽ ചുമര് ഒരാൾക്ക് ഒന്ന് ഇളച്ചൻ്റെ ഒന്ന് വലുതായിട്ട്. ഇത് അനിയത്തിൻ്റെ ആട്ടോ. ഇതിൽ വാഷിംഗ് മെഷീന്, വിറകിനുള്ള സ്പേസ് ഉണ്ട്, വിറകിടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കണേ. ഇങ്ങനെയാണ് കേട്ടോ വീടിൻ്റെ ഇത്. ബാക്കിൽ നിന്ന് കാണുമ്പം ഇവിടെ ഈ ഇളച്ചൻ്റെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ കിണറുള്ളത്. ഉണ്ടാക്കേണ്ട ഒരു കിണറിന്, ആ കിണർ ആ ഭാഗത്താണ്. ഇത് ഇങ്ങനെ കേട്ടോ വീടിൻ്റെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നീളത്തിലാണ് വീടെന്ന് മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഈ അങ്ങനെയാണ് വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഒരു മോഡലാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അങ്ങനെ വന്നാൽ പിന്നെ സൈഡിൽ കൂടെ ഞാൻ മുൻഭാഗത്ത് കാട്ടപ്പോണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.